ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും PSC മന്ത്രയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക് സസ്യ ഹോർമോണുകൾ അഥവാ പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചാണ്. ആദ്യമായി ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ആദ്യമായി സസ്യ ഹോർമോണുകൾ ഏതാണെന്ന് നോക്കാം. ഓക്സിനുകൾ സസ്യകാണ്ഡങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും വേരുകളുടെ വളർച്ച മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്ന സസ്യ ഹോർമോണാണ് ഓക്സിനുകൾ. സസ്യകാണ്ഡങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും വേരുകളുടെ വളർച്ച മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഓക്സിനുകളാണ്. പകൽ സമയം സൂര്യപ്രകാശമേൽക്കുമ്പോൾ ഓക്സിനുകൾ നിഷ്ക്രിയമാകുന്നു. അതിനാൽ ചെടികളുടെ വളർച്ച പകലിനേക്കാൾ രാത്രിയിൽ കൂടുതലായിരിക്കും. കാണ്ഡാഗ്രത്തിലെ മെരിസ്റ്റമിക കലകളാണ് ഓക്സിനുകൾ സ്രവിപ്പിക്കുന്നത്. കാണ്ഡാഗ്രത്തിലെ മെരിസ്റ്റമിക കലകളാണ് ഓക്സിനുകൾ സ്രവിപ്പിക്കുന്നത്. അടുത്തതായി നോക്കാൻ പോകുന്നത് ഗിബർലിനുകളെ കുറിച്ചാണ്. പുഷ്പിക്കൽ, കാണ്ഡത്തിൻ്റെ ദീർഘിക്കൽ എന്നിവയെ ത്വരിതപ്പെടുത്തുന്ന സസ്യ ഹോർമോണാണ് ഗിബർലിനുകൾ. പുഷ്പിക്കൽ, കാണ്ഡത്തിൻ്റെ ദീർഘിക്കൽ എന്നിവയെ ത്വരിതപ്പെടുത്തുന്ന സസ്യ ഹോർമോണാണ് ഗിബർലിനുകൾ. കുള്ളന്മാരായ ചെടികളിൽ ഗിബർലിനുകൾ തളിക്കുമ്പോൾ അവയുടെ ഉയരം കൂടുന്നു. പുഷ്പിക്കൽ, കാണ്ഡത്തിൻ്റെ ദീർഘിക്കൽ എന്നിവയെ ത്വരിതപ്പെടുത്തുന്ന സസ്യ ഹോർമോണാണ് ഗിബർലിനുകൾ. എന്നാൽ സസ്യകാണ്ഡങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും വേരുകളുടെ വളർച്ച മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്ന സസ്യ ഹോർമോണാണ് ഓക്സിനുകൾ. അടുത്തതായി നോക്കുന്നത് സൈറ്റോകൈനുകൾ. കോശവിഭജനം ത്വരിതപ്പെടുത്തി സസ്യങ്ങളുടെ വളർച്ച, വേര് മുളയ്ക്കൽ എന്നീ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകൈനുകൾ. കോശവിഭജനം ത്വരിതപ്പെടുത്തി സസ്യങ്ങളുടെ വളർച്ച, വേര് മുളയ്ക്കൽ എന്നീ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകൈനുകൾ. തേങ്ങാവെള്ളത്തിലും ആപ്പിൾ ജ്യൂസിലും അടങ്ങിയിരിക്കുന്ന സസ്യ ഹോർമോണാണ് സൈറ്റോകൈനുകൾ. പുഷ്പിക്കലിന് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഫ്ലോറിജനുകൾ. പുഷ്പിക്കലിന് സഹായിക്കുന്ന സസ്യ ഹോർമോണാണ് ഫ്ലോറിജനുകൾ. ഫലം പാകമാകൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വാതക ഹോർമോണാണ് എഥിലിൻ. ഫലം പാകമാകൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വാതക ഹോർമോണാണ് എഥിലിൻ. കാണ്ഡവളർച്ചയ്ക്കും ഇലയുടെ തളിർക്കലിനും കുറച്ച് ഫലോൽപാദനത്തിനും ഉത്തേജനം നൽകുന്നു. കാണ്ഡവളർച്ചയ്ക്കും ഇലയുടെ തളിർക്കലിനും കുറച്ച് ഫല ഉൽപാദനത്തിനും ഉത്തേജനം നൽകുന്നു. അന്തരീക്ഷവാതകത്തിലെ ഒരു ഘടകമെന്ന നിലയിലും മണ്ണെണ്ണ, വൈക്കോൽ എന്നിവ കത്തിക്കുമ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഫലം പാകമാകൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വാതക ഹോർമോണാണ് എഥിലിൻ. ഫലം പാകമാകൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വാതക ഹോർമോണാണ് എഥിലിൻ. പാകമായ ഫലങ്ങളും ഇലകളും കൊഴിയാൻ സഹായിക്കുന്ന ഹോർമോണാണ് അബ്സസിക് ആസിഡ്. പാകമായ ഫലങ്ങളും ഇലകളും കൊഴിയാൻ സഹായിക്കുന്ന ഹോർമോണാണ് അബ്സസിക് ആസിഡ്. വിത്തുകളുടെ സുഷുപ്താവസ്ഥയ്ക്ക് കാരണവും അബ്സസിക് ആസിഡാണ്. വിത്തുകളുടെ സുഷുപ്താവസ്ഥ, സീഡ് ഡോർമസിക്കും കാരണം അബ്സസിക് ആസിഡാണ്. സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണുകളാണ് ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ. സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺസ് ഏതെല്ലാം? ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈൻ. വളർച്ചാതോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതെല്ലാം? എഥിലിൻ, അബ്സസിക് ആസിഡ്. ഒന്നുകൂടി, സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺസ് ആണ് ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ. എന്നാൽ വളർച്ചാതോത് കുറയ്ക്കുന്ന ഹോർമോണാണ് എഥിലിൻ, അബ്സസിക് ആസിഡ്. അടുത്തതായി കുറച്ച് കൃത്രിമ ഹോർമോൺസ് നോക്കാം. NAA, നാഫ്തലിൻ അസറ്റിക് ആസിഡ്. NAAയുടെ ഫുൾ ഫോം നാഫ്തലിൻ അസറ്റിക് ആസിഡ്. മുറിച്ചു നടുന്ന തണ്ടുകളിൽ പെട്ടെന്ന് വേര് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് NAA. മുറിച്ചു നടുന്ന തണ്ടുകളിൽ പെട്ടെന്ന് വേര് മുളയ്ക്കാൻ സഹായിക്കുന്ന കൃത്രിമ ഹോർമോണാണ് NAA, നാഫ്തലിൻ അസറ്റിക് ആസിഡ്. നെക്സ്റ്റ് IBA, ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ്. IBA, ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ്. അകാലത്തിൽ ഫലങ്ങൾ കൊഴിഞ്ഞു വീഴാതിരിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് IBA, ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ്. നെക്സ്റ്റ് എഥിഫോൺ. ലാറ്റക്സ് ഗ്രന്ഥി സ്രവങ്ങളുടെ ഉൽപാദനം കൂട്ടാൻ ലാറ്റക്സ് ഗ്രന്ഥി സ്രവങ്ങളുടെ ഉൽപാദനം കൂട്ടാൻ ഉപയോഗിക്കുന്ന ഹോർമോണാണ് എഥിഫോൺ. ലാറ്റക്സ് ഗ്രന്ഥി സ്രവങ്ങളുടെ ഉൽപാദനം കൂട്ടാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹോർമോണാണ് എഥിഫോൺ. 3 കൃത്രിമ ഹോർമോൺസാണ് NAA,
നെക്സ്റ്റ് എഥീഫോൺ. നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ട 3 പോയിന്റ്സുകളാണ് പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതാണ് പാരൻ കൈമ കലകൾ കൊണ്ട്. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് പാരൻ കൈമ കലകൾ. സസ്യത്തെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന കോശമാണ് കോളൻ കൈമ. സസ്യത്തെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന കോശമാണ് കോളൻ കൈമ. സസ്യത്തിൻ്റെ വളരെ കട്ടി കൂടിയ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതാണ് സ്ക്ലീറൻ കൈമ കലകൾ കൊണ്ട്. സസ്യത്തിൻ്റെ വളരെ കട്ടി കൂടിയ ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സ്ക്ലീറൻ കൈമ കലകൾ കൊണ്ടാണ്. ഉദാഹരണം, തേങ്ങയുടെ ചിരട്ട നിർമ്മിച്ചിരിക്കുന്നത് സ്ക്ലീറൻ കൈമ കലകൾ കൊണ്ടാണ്. സസ്യകലകൾ 3 വിധം: പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. പാരൻ കൈമ സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. കോളൻ കൈമ സസ്യത്തെ കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന കോശം. സ്ക്ലീറൻ കൈമ സസ്യത്തിൻ്റെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. അടുത്തതായി സസ്യങ്ങളിലെ രാസപ്രവർത്തനങ്ങൾ. അതിൽ ആദ്യമായിട്ട് നോക്കുന്നത് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. ഹരിത സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ലഘുപദാർത്ഥങ്ങളായ കാർബൺ ഡയോക്സൈഡ്, ജലം, ലവണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇലയിലെ ഹരിതകത്തിൽ വെച്ച് അന്നജം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. ഹരിത സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ലഘുപദാർത്ഥങ്ങളായ കാർബൺ ഡയോക്സൈഡ്, ജലം, ലവണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇലയിലെ ഹരിതകത്തിൽ വെച്ച് അന്നജം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണ ഫലമായി ലഭിക്കുന്ന പ്രധാന ഉൽപ്പന്നം കാർബോഹൈഡ്രേറ്റ്. സസ്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് അന്നജ രൂപത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നു. അന്നജം അഥവാ സ്റ്റാർച്ച്. സസ്യങ്ങൾ കാർബോഹൈഡ്രേറ്റ് അന്നജ രൂപത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. എന്നാൽ പ്രകാശ സംശ്ലേഷണ ഫലമായി സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. പ്രകാശ സംശ്ലേഷണ ഫലമായി സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ജലതന്മാത്രകളിൽ നിന്നാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി പുറത്തുവിടുന്ന വാതകമായ ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ജലതന്മാത്രകളിൽ നിന്നാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി. പ്രകാശ സംശ്ലേഷണ നിരക്ക് കൂടുതൽ നടക്കുന്ന പ്രകാശം ഏത്? ചുവന്ന പ്രകാശം. പ്രകാശ സംശ്ലേഷണ നിരക്ക് കുറഞ്ഞ നിരക്കിൽ നടക്കുന്നത് മഞ്ഞ പ്രകാശത്തിലാണ്. പ്രകാശ സംശ്ലേഷണത്തിന് പ്രകാശഘട്ടമെന്നും ഇരുണ്ട ഘട്ടമെന്നും 2 ഘട്ടങ്ങളുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളാണുള്ളത്. അവ പ്രകാശഘട്ടമെന്നും ഇരുണ്ട ഘട്ടമെന്നും അറിയപ്പെടുന്നു. പ്രകാശഘട്ടം ഹരിതകത്തിലെ ഗ്രാനയിലും ഇരുണ്ട ഘട്ടം സ്ട്രോമയിലുമാണ് നടക്കുന്നത്. പ്രകാശഘട്ടം ഹരിതകത്തിലെ ഗ്രാനയിലും ഇരുണ്ട ഘട്ടം സ്ട്രോമയിലുമാണ് നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണ പരീക്ഷണങ്ങൾക്ക് നോബൽ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞൻ ആര്? മെൽവിൻ കാൽവിൻ. പ്രകാശ സംശ്ലേഷണ പരീക്ഷണങ്ങൾക്ക് നോബൽ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. വർഷം 1961. ബഹിരാകാശ യാത്രികർ ശ്വസനോപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഹരിത സസ്യം ക്ലോറല്ല. ബഹിരാകാശ യാത്രികർ ശ്വസനോപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഹരിത സസ്യങ്ങൾ ക്ലോറല്ല. രാത്രിയിൽ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് സസ്യങ്ങൾ രാത്രിയിൽ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നതിനാലാണ്. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജനെ സസ്യങ്ങൾ പുറത്തുവിടുന്നില്ല. അടുത്തതായി സസ്യസ്വേദനം. എന്താണ് ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസ്വേദനം? സസ്യങ്ങളിലെ അധിക ജലം ആസ്യരന്ധ്രങ്ങൾ വഴി വാതകാവസ്ഥയിൽ പുറന്തള്ളുന്ന പ്രക്രിയയാണ് സസ്യസ്വേദനം അഥവാ ട്രാൻസ്പിറേഷൻ. സസ്യങ്ങളിലെ അധിക ജലം ആസ്യരന്ധ്രങ്ങൾ വഴി വാതകാവസ്ഥയിൽ പുറന്തള്ളപ്പെടുന്ന പ്രക്രിയയാണ് ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസ്വേദനം. ഇലകളിലെ ആസ്യരന്ധ്രങ്ങൾ തുറക്കുന്നതും അടയ്ക്കുന്നതിനും സഹായിക്കുന്ന മൂലകമാണ് പൊട്ടാസ്യം. ഇലയിലെ ആസ്യരന്ധ്രങ്ങൾ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും സഹായിക്കുന്ന മൂലകമാണ് പൊട്ടാസ്യം. നെക്സ്റ്റ് ഈസ് ഗട്ടേഷൻ അഥവാ ബിന്ദുസ്രാവം. എന്താണ് ഗട്ടേഷൻ അഥവാ ബിന്ദുസ്രാവം? ഇലയുടെ അഗ്രഭാഗത്തുള്ള ഹൈഡാത്തോട് എന്ന സൂക്ഷ്മ സുഷിരങ്ങൾ വഴി ജലം തുള്ളികളായി നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് ബിന്ദുസ്രാവം അഥവാ ഗട്ടേഷൻ.
ഇലയുടെ അഗ്രഭാഗത്തുള്ള ഹൈഡാത്തോടിൻ്റെ മലയാളം ജലരന്ധ്രങ്ങൾ എന്ന സൂക്ഷ്മ സുഷിരങ്ങൾ വഴി ജലം തുള്ളികളായി നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് ഗട്ടേഷൻ. നെക്സ്റ്റ്, വൃതിവ്യാപനം അഥവാ ഓസ്മോസിസ്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് വൃതിവ്യാപനം അഥവാ ഓസ്മോസിസ്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്തരത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് വൃതിവ്യാപനം അഥവാ ഓസ്മോസിസ്. സസ്യങ്ങളും ആവാസ സ്ഥലങ്ങളെയും കുറിച്ച് നോക്കാം. പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹീലിയോഫൈറ്റുകൾ. പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹീലിയോഫൈറ്റുകൾ. ആവശ്യാനുസരണം ജലം ലഭ്യമാകുന്ന മിതശീതോഷ്ണ മേഖലയിൽ വളരുന്ന സസ്യങ്ങളാണ് മീസോഫൈറ്റുകൾ. ആവശ്യാനുസരണം ജലം ലഭ്യമാകുന്ന മിതശീതോഷ്ണ മേഖലയിൽ വളരുന്ന സസ്യങ്ങളാണ് മീസോഫൈറ്റുകൾ. ഉണങ്ങി വരണ്ട മണലാരണ്യങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് സീറോഫൈറ്റുകൾ. ഉണങ്ങി വരണ്ട മണലാരണ്യങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് സീറോഫൈറ്റുകൾ. ജലസസ്യങ്ങൾ അറിയപ്പെടുന്നത് ഹൈഡ്രോഫൈറ്റുകൾ എന്നാണ്. ആസിഡ് അടങ്ങിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങളാണ് ഓക്സിലോഫൈറ്റുകൾ. ആസിഡ് അടങ്ങിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങളാണ് ഓക്സിലോഫൈറ്റുകൾ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഹാലോഫൈറ്റുകൾ എന്നാണ്. മഴക്കാലത്ത് തഴച്ചു വളർന്ന് വേനൽക്കാലത്ത് ഇല പൊഴിക്കുന്ന സസ്യങ്ങളാണ് ട്രോപ്പോഫൈറ്റുകൾ. മഴക്കാലത്ത് തഴച്ചു വളർന്ന് വേനൽക്കാലത്ത് ഇല പൊഴിക്കുന്ന സസ്യങ്ങളാണ് ട്രോപ്പോഫൈറ്റുകൾ. പരാത സസ്യങ്ങളാണ് പാരസൈറ്റുകൾ. പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹീലിയോഫൈറ്റുകൾ. ആവശ്യാനുസരണം ജലം ലഭ്യമാകുന്ന മിതശീതോഷ്ണ മേഖലയിൽ വളരുന്ന സസ്യങ്ങൾ മീസോഫൈറ്റുകൾ. ഉണങ്ങി വരണ്ട മണലാരണ്യങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ സീറോഫൈറ്റുകൾ. ജലസസ്യങ്ങൾ ഹൈഡ്രോഫൈറ്റുകൾ. ആസിഡ് അടങ്ങിയ മണ്ണിൽ വളരുന്ന സസ്യങ്ങൾ ഓക്സിലോഫൈറ്റുകൾ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങൾ ഹാലോഫൈറ്റുകൾ. മഴക്കാലത്ത് തഴച്ചു വളർന്ന് വേനൽക്കാലത്ത് ഇല പൊഴിക്കുന്ന സസ്യങ്ങൾ ട്രോപ്പോഫൈറ്റുകൾ. പരാത സസ്യങ്ങളാണ് പാരസൈറ്റുകൾ. മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിൽ, മൂടില്ലാത്താളി, റെഫ്ലേഷ്യ. മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ. ഉദാഹരണം ഇത്തിൽ, മൂടില്ലാത്താളി, റെഫ്ലേഷ്യ. ചന്ദനമരം ഒരു ഭാഗിക പരാത സസ്യമാണ്. ചന്ദനമരം ഒരു ഭാഗിക പരാത സസ്യമാണ്. വാസത്തിനു മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. വാസത്തിനു മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഉദാഹരണം ഓർക്കിഡ്, മരവാഴ എന്നിവ. മരവാഴ അന്തരീക്ഷത്തിൽ നിന്നും ജലം സ്വീകരിക്കുന്നത് വേരുകൾ ഉപയോഗിച്ചാണ്. മരവാഴ അന്തരീക്ഷത്തിൽ നിന്നും ജലം സ്വീകരിക്കുന്നത് വേരുകൾ ഉപയോഗിച്ചാണ്. ഇത്തരം വേരുകളെ വെലാമിൻ വേരുകൾ എന്ന് പറയുന്നു. മരവാഴ അന്തരീക്ഷത്തിൽ നിന്നും ജലം സ്വീകരിക്കുന്നത് വേരുകൾ ഉപയോഗിച്ചാണ്. ഇത്തരം വേരുകളെ വെലാമിൻ വേരുകൾ എന്ന് വിളിക്കുന്നു. വേരുകളില്ലാത്ത സസ്യം സാൽവീനിയ. വേരുകളില്ലാത്ത സസ്യമാണ് സാൽവീനിയ. തണ്ടിൽ കാണുന്ന ഒരു പൂർണ്ണ പരാതം മൂടില്ലാത്താളി. തണ്ടിൽ കാണുന്ന ഒരു പൂർണ്ണ പരാതമാണ് മൂടില്ലാത്താളി. തണ്ടിൽ കാണുന്ന ഒരു അപൂർണ പരാതമാണ് ഇത്തിൽ. തണ്ടിൽ കാണുന്ന ഒരു അപൂർണ പരാതമാണ് ഇത്തിൽ. വേരിൽ കാണുന്ന ഒരു പൂർണ്ണ പരാതം റെഫ്ലേഷ്യ. വേരിൽ കാണുന്ന ഒരു അപൂർണ പരാതം ചന്ദനമരം. വേരുകളില്ലാത്ത സസ്യമാണ് സാൽവീനിയ. തണ്ടിൽ കാണുന്ന ഒരു പൂർണ്ണ പരാതം മൂടില്ലാത്താളി. തണ്ടിൽ കാണുന്ന ഒരു അപൂർണ പരാതം ഇത്തിൽ. വേരിൽ കാണുന്ന ഒരു പൂർണ്ണ പരാതമാണ് റെഫ്ലേഷ്യ. വേരിൽ കാണുന്ന ഒരു അപൂർണ പരാതമാണ് ചന്ദനമരം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.